ഹലോ, അപ്പോൾ പിന്നെയും ഗൈസ്, പിന്നെയും വെൽക്കം. പിന്നെയെന്ന് പറയാൻ കാരണം എന്താണെന്ന് ചോദിച്ചാൽ, ഞാൻ മുമ്പേ ഒന്ന് റെക്കോർഡ് ചെയ്യാൻ കയറി. ഒടുക്കത്തെ ലാഗ്. ഇപ്പോൾ ലാഗ് ഉണ്ടോ എന്ന് ഞാൻ തൊട്ടുപോലും നോക്കിയിട്ടില്ല. കണ്ടിട്ട് ലാഗ് ഉണ്ടെന്നാണ് തോന്നുന്നത്. അറിയാൻ മേല. പടച്ചവനും കർത്താവിനും ഒക്കെ അറിയാം. കൃഷ്ണനും ഒരാളെ ഒഴിവാക്കണ്ട, എല്ലാവരും ഇരുന്നോട്ടെ. ഇതാണ് നമ്മുടെ സൂപ്പർ മാർക്കറ്റ് സിമുലേറ്റർ. ഞാൻ കുറേ നാളായിട്ട് ചുമ്മാ കളിക്കുന്നതാണ്. അപ്പോൾ കുറേ നാളായിട്ട് ഓപ്പൺ ആക്കുന്നില്ല. അപ്പം ഒന്ന് വന്ന് നോക്കാമെന്ന് വിചാരിച്ചു. എന്തായാലും ചുമ്മാ ഒരു വീഡിയോ കൂടി എടുത്തിട്ടേക്കാന്ന് കരുതി. ലാഗുണ്ടോ എന്തൊക്കെ ഉണ്ടെന്ന് ഞാനൊന്ന് നോക്കട്ടെ. പിന്നെ എൻ്റെ സൂപ്പർ മാർക്കറ്റിൻ്റെ പേര് റൈറ്റ് ചെയ്യാം, കാണിച്ചു തരാം. ഇത് ലാഗ് തന്നെയാണെന്നാണ് തോന്നുന്നത്. എങ്ങനെയുണ്ട് പേരെങ്ങനെയുണ്ട്? ഇത് ലാഗ് കേട്ടോ. ലാഗ് തലച്ച് അത്യാവശ്യം ആളൊക്കെ ഉണ്ടൊക്കെ മേടിച്ചുകൊണ്ട് പോകുന്നുണ്ട്. ഈ ലാഗ് വെച്ച് കളിക്കാൻ. ഇവളാണ് സരസമ്മ, ഇവിടുത്തെ ക്യാഷിയറാണ്. വലിയ കാര്യമൊന്നുമില്ല. ഇത് ലാഗ കാര്യം നടക്കില്ല. എൻ്റെ ഈ പോന്ന ക്രിസ്മസ് അപ്പൂപ്പനെ കണ്ട. ഇവന്മാരെ പോണക്കൊരു 4 പേര് ഇവിടെ ഉണ്ട്. എല്ലാം ഉള്ള സെയിം ഒരു പോണക്ക് ഇരിക്കുക. ഇതൊക്കെ മേടിച്ചിട്ടിട്ട് എത്ര ദിവസം ഇതുവരെ അവന്മാരൊന്നും പറക്കി വെച്ചില്ല. ഇവന്മാരെപ്പോലെ ഒരു 4 എണ്ണം ഉണ്ട്. മണ്ടന്മാരെന്ന് വെച്ചാൽ ഇവന്മാരെ പോലെ മണ്ടന്മാർ വേറെ ഇല്ല. ഒരു സാധനം തന്നെ. ഇപ്പം ഇത് കണ്ടില്ലേ, ഈ ബീന്ന് എഴുതിയേക്കണേ. ഇതെന്ത് കണ്ടാക്കിയതില്ല, പൊട്ടുക്കത്തല്ല അത് കണ്ട. ഇത് ഇവിടെ ഇരിപ്പുണ്ട്. അങ്ങനെ അവിടെ എല്ലാം കൊണ്ട് ക്നാപ്പ് പഠിക്കാനായിട്ട് എന്തായാലും ഇങ്ങനെ തന്നെ നോക്കി ഞാൻ പറയാം. അങ്ങനെ അവിടെ ഇവിടെ എല്ലാമായിട്ടൊരു 3-4 സ്ഥലത്ത് മരു കൊണ്ടുവച്ചിട്ടുണ്ട്. ഇപ്പം ഈ ഓപ്പണായിട്ട് കിടക്കുന്ന ഷെൽഫുണ്ടോ, ഇവിടെ എന്നാൽ ഇതിൻ്റെ അകത്തൊരു കുറേ കുന്നോണക്ക് സാധനം കൂട്ടി വെച്ചിട്ടുണ്ട്. വെറൈറ്റി സാധനങ്ങൾ. ഡെവലപ്പായി. ഒരു മിനിറ്റ്. അതൊന്നും കൊണ്ടുവെക്കത്തില്ല. ഇരിക്കുന്ന സാധനം തന്നെ. ഈ കുക്കീസ് തന്നെ ഇവിടെ തന്നെ 3 എടുത്തായിരിക്കുന്നു. എക്സ്പെൻസീവ്. എടാ പൈസ ഇല്ലെങ്കിൽ വരരുത്, കടയിൽ കയറാൻ നിൽക്കരുത്. ഇപ്പോൾ ഈ പെണ്ണുമ്പളോട് പറയാം, ഇവിടെ എല്ലാം പൈസ ഉള്ള, നീ പണിക്ക് പോകാൻ പറ. അല്ല പിന്നെ അവനായിട്ട് പണിക്ക് പോകത്തതുമില്ല. മര്യാദയൊക്കെ പൊക്കിക്കൊണ്ട് കിടക്കുന്നുണ്ട്. എന്ത് വന്നുണ്ട്. ഇതൊക്കെയാണ് നമ്മുടെ പ്രൊഡക്ട്സ്. കുറേ സാധനമുണ്ട്, ഇനി കുറേ അൺലോക്ക് ചെയ്യാനുണ്ട്. പക്ഷെ പൈസയുള്ള പൈസ ഇതൊന്നും ഞാൻ മേടിച്ചിട്ടില്ല. ഒരു ക്ലോക്ക് മാത്രം മേടിച്ചിട്ടുണ്ട്. പിന്നെ ഞാൻ ഈ മാറ്റ് മേടിച്ചായിരുന്നു. പക്ഷെ അതെന്തോ ബഗ് അടിച്ചിട്ട് ഫ്രണ്ടിൽ നിന്ന് എടുക്കാൻ പറ്റുന്നില്ല എനിക്ക്. പിന്നെ ലൈസൻസിൻ്റെ അകത്ത് ഇനിയും കുറേ സാധനങ്ങളാണല്ലോ. ഇതെന്താ ഇതിനകത്തെ ഇത്രയും കൂടി അൺലോക്ക് ചെയ്യാനുണ്ട്. പക്ഷേ പൈസ വേണം. ഇതെല്ലാം വിറ്റ് പൈസ കിട്ടിയിട്ട് വേണം ഇതെടുക്കാൻ. പിന്നാണെങ്കിൽ ഇത് നമ്മൾ കട വലുതാക്കുന്നുണ്ട്. ഓരോ സെക്ഷൻസ് വലുതാക്കി ഈ വലിയ കട ഇതെല്ലാം നമ്മൾ മേടിച്ച് നമ്മുടെ സ്റ്റോർ ഞാൻ കാണിച്ചു തരാം. ആദ്യം ഇത് കാണിക്കട്ടെ. ഇത് നമ്മുടെ ചുണ്ണാപ്പിയുടെ സംഭവങ്ങൾ. ചുണ്ണാപ്പി നമുക്ക് കറുപ്പ് എഴുതാം. ഈ സാധനം ഇതൊക്കെ അൺലോക്കാക്കിയതാണെന്ന് തോന്നുന്നു. പിന്നെ ഇത് നമുക്ക് വേണ്ടതല്ല. ഇതിൻ്റെ അകത്ത് നമ്മൾ ക്യാഷിയർ മേടിച്ചിട്ടില്ല. നമുക്കിപ്പം വേണ്ട. കട വലുതായി കഴിഞ്ഞിട്ട് മേടിക്കാം. ഇത് 4 പേരെ മേടിച്ചിട്ടുണ്ട്. ഒരു ഉപകാരമില്ല. ക്ലീനറേ മേടിച്ചിട്ടില്ല. അവിടെ ഇവിടെ എന്തെങ്കിലും 2 സാധനം വരുന്നത്. അത് ഞാൻ തന്നെ എടുത്ത് വെക്കും. എല്ലാം എടുത്ത് കളയും. കണ്ട ഇതാണ് ക്ലീനറിൻ്റെ. അതുകൊണ്ട് ഇവിടെ എല്ലാം ഒഴിവായിട്ട് കിടക്കുന്നു. ഇവന്മാർ 4 നോട്ടോടെ പാട്ടും പാടിയിരിക്കുവാണ്. എത്ര സ്ഥലം ഒഴിവായി കിടക്കുന്നേ. നമുക്ക് 2 ഷെൽഫ് കൂടി വേണ്ട. ഷെൽഫ് മേടിച്ചിട്ട് എന്തിനാ. കണ്ടോ, ഇതൊക്കെ എന്തൊക്കെയോ സാധനങ്ങൾ ഇവിടെ കിടക്കുന്നു. ഇവന്മാരൊന്നും എടുത്തു വെക്കുന്നില്ല. കണ്ടോ, ഇതാണ് ഞാൻ നെക്സ്റ്റ് ഡേ ഒന്നും ആക്കുന്നില്ല. നെക്സ്റ്റ് ഡേ കൊടുക്കുക, അല്ലേ പൈസ കിട്ടൂല. നെക്സ്റ്റ് ഡേ കൊടുത്തില്ല, ഇവന്മാരെല്ലാം സെറ്റ് ചെയ്ത് വെക്കും നാളെ രാവിലത്തേക്കിന്. എന്നിട്ട് നെക്സ്റ്റ് ഡേ കൊടുത്താൽ എല്ലാം കാണും. കണ്ടോ, ഇത് നമുക്ക് എടുക്കാൻ പറ്റുന്നില്ല. എന്തോ ബഗ്ഗായി കിടക്കും. ഇതൊന്നും വേസ്റ്റ് ബാസ്ക്കറ്റിൽ കളയാൻ പറ്റുന്നില്ല. എന്താണെന്ന് അറിയത്തില്ല. എന്തോ ഇത്രയും വലിയ സാധനം. ഇതെന്തോ ഇത് ഷെൽഫോ വേണ്ടക്ക്. ഇതും ബഗ് അടിച്ച് പോയെന്നാ തോന്നുന്നു.
ഞാൻ നെക്സ്റ്റ് ഡേ കൊടുക്കട്ടെ, ഒരു മിനിറ്റ്. 1300 ഇൻകം, ടോട്ടൽ സ്പെൻഡിങ്, ടോട്ടൽ പ്രോഫിറ്റ്. അയ്യോ, ഇത്രയും പൈസ പോയി. എന്താണ്ടൊക്കെ ഒരുപാട് സാധനം ഞാൻ മേടിച്ചായിരുന്നു. കണ്ടോ, നമ്മുടെ മറ്റന്മാരുടെ പൈസയും കൂടി 95 രൂപയായി. റെൻറ്റ് പെയ്ഡ് എന്ന് പറഞ്ഞിട്ട് ഇവന്മാർ ഇതെല്ലാം കൊണ്ടുവന്ന് ഇവിടെ വലിച്ചു വരിയിടുവാണ്. അതുകൊണ്ട് കണ്ടോ, ഇതും ബഗ് അടിച്ച്. ഇനിയിപ്പോൾ ഇതും എനിക്ക് പൊക്കാൻ പറ്റത്തില്ല. എന്തൊരു ബഗ്ഗാണ് ഇത്. ഞാൻ മിക്കവാറും എടുത്ത് കളയും. എന്തോ അപ്പോൾ വായി നോക്കി നിൽക്കുന്ന പോയി സാധനം കണ്ട. ഇപ്പോൾ അവൻ കയറിപ്പോയില്ല. അതാ സ്റ്റോർ കാണിച്ചില്ലല്ലോ അല്ലേ, മാറിക്കടേ. ഇതാണ് നമ്മുടെ സ്റ്റോർ. ഇവിടെ പച്ചക്കറി അങ്ങനെയൊന്നുമില്ല. അവർക്ക് തോന്നുന്ന സാധനം കൊണ്ടുവെക്കും. ഭ്രാന്തന്മാർ ഇത്രയും സാധനം ഇല്ലാതിരുന്ന ടൈവന്മാർ കണ്ട. ഇത്രയും എത്ര സ്ഥലം ഒഴിഞ്ഞ് കിടക്കുന്നതെന്ന് നമുക്ക് ഇവന്മാരെയൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. അയ്യോ, ഇനി നല്ല ലാഗ്. ഞാൻ വീഡിയോ എന്തായാലും നിർത്തുക. നല്ല ബോറാവും. ബോർ. ഇതാണ് ഞാൻ പറഞ്ഞ ഇത് മേടിച്ചെന്ന് പറഞ്ഞത്. ക്ലോക്ക്. അതിൻ്റെ അകത്ത് സമയം തെറ്റാം. അയ്യോ, ഈ പെൺകൊച്ചെന്തോ വായി നോക്കിയിരിക്കുന്ന എളുപ്പം ചെയ്യടി. അല്ലാണ്ട് ഇവിടെ മാജിക് അറിയാം. നമ്മൾ ഭൂതം കൈ കൊണ്ട് തന്നെ വീശുമ്പോഴത്തേനെല്ലാം പോകും. എന്താ, മാങ്ങയില്ല, വൈനില്ല, നീ ഒന്നും കഴിക്കണ്ട, പോടെ. അയ്യോ, ഇടയ്ക്കിടയ്ക്ക് എന്തൊക്കെ പൈസയാന്ന് പറഞ്ഞു കൊടുത്തെങ്കിൽ തരും. ഇടിവന്മാരെന്തോ അനങ്ങാൻ നിൽക്കുന്നു. ഇത്രയും സാധനമാണ്. ഇതെല്ലാം ബക്കായി കിടക്കും. ഞാൻ തോന്നുന്നു ഇതൊന്നും ഇവരെടുത്ത് വെക്കത്തില്ല. മാറി ഇവരെ കൊണ്ട് വലുതല്ലേ. ഇപ്പോൾ എന്താണ്ടൊക്കെ ഇല്ലയെന്ന് പറഞ്ഞില്ലേ, നമുക്കതൊക്കെ മേടിക്കാം. ഈ സാധനം എളുപ്പം തീരും. എക്സ്പ്രസ് ബബിള്, ഫ്ലോർ എളുപ്പം തീരും. പിന്നെന്തോ സാൽമൺ മേടിച്ചേക്കാം. ഇതിനൊക്കെ പൈസ കുറവാണ്. പക്ഷേ ഇനി താഴോട്ട് കുറേ സാധനങ്ങൾ വരും. ഇതൊക്കെ ഇരിപ്പുണ്ടോ. ടൊമാറ്റോ സൂപ്പ്, ഫിഗ്, കിവി. തിരിച്ചറിയുന്ന സാധനമില്ല, അതിലൊന്നും കാര്യമില്ല. എന്തുവാ, ഇതൊക്കെ എളുപ്പം തീരുന്ന സാധനങ്ങളാണ്. സീഡ് എനർജി, പിയർ, ഇതൊക്കെ ഉണ്ടോ എന്തോ. ആപ്പിൾ ജ്യൂസ്, വാട്ടർ പാക്ക് തീർന്നു കാണും. ടിഷ്യൂ, ഇത് ചീസൊക്കെ കഴിഞ്ഞാണ്. പക്ഷെ അവൻ എന്തോ ഇല്ലയെന്ന് പറഞ്ഞത് ഞാൻ കണ്ടില്ല കേട്ടോ. ഇതുവരെ ബീയൊക്കെ ഇരിപ്പുണ്ടാവും, ചിക്കൻ ഇരിപ്പുണ്ടാവും. പാസ്ത ഇല്ലെന്ന് തോന്നുന്നു. പാസ്ത ആവാൻ മുമ്പ് ഇല്ലയെന്ന് പറഞ്ഞ് കാണിച്ചത് ഒരെണ്ണം. പിന്നെ വേറെന്തോ ഒരു സാധനമുണ്ട്, അതെന്തുവാണെന്ന്. ബിയർ ഒന്നും ഇല്ലയെന്നാണ് പറഞ്ഞിട്ട് പോയത് മുമ്പ്. 1075. വോഡ്ക, ചിപ്സ്. എനിക്ക് അത്യാവശ്യം നല്ല പൈസയുണ്ട് കേട്ടോ. ബ്രെഡ്, ഇത് മേടിക്കട്ടെ. മേടിക്കും. ഇനിയിപ്പം നമുക്ക് ഇത്ര എനർജി പോയിൻ്റ് ഉണ്ടെങ്കിൽ നമുക്ക് ഇപ്പം തന്നെ വരുത്താം. അല്ലെങ്കിൽ 2 മിനിറ്റ് വെയിറ്റ് ചെയ്യണം. ഇപ്പം നിങ്ങളെ കാണിക്കാൻ വേണ്ടിയിട്ട് ഞാനിത് പിടിച്ചേക്കാം. ഉണ്ടോ ഈ സാധനമെല്ലാം. ഇനിയിപ്പോൾ ഇവന്മാരിതെല്ലാം പറക്കി അകത്തും അവിടെ കൊണ്ടുവെക്കും. ഇവിടെ ഇല്ലാത്ത സാധനങ്ങൾ റീഫില്ല് ചെയ്യും. ഉണ്ടോ, റീഫില്ലൊക്കെ ചെയ്യുന്നുണ്ട്. എന്താണ്ടൊക്കെ ചെയ്യുന്നുണ്ട്. എല്ലാം വെള്ളം അടിയാണ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഗൈസ്. ചെറിയൊരു വീഡിയോ ആയിരുന്നു. എന്തായാലും നിർത്തുക. ബൈ അപ്പോൾ.